ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. കുമ്പളങ്ങി പഞ്ചായത്തിൽ മെൻസ് യോഗ ക്ലബ് ആരംഭിച്ചു. കുമ്പളങ്ങി പഞ്ചായത്ത് സർക്കാർ മാതൃക ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ മെൻസ് യോഗ ക്ലബ് ആരംഭിച്ചു. പുരുഷന്മാരെയും യുവാക്കളെയും യോഗ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മെൻസ് യോഗ ക്ലബിന് തുടക്കം കുറിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് P സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ മേരി ജിൻസ, ഫാർമസിസ്റ്റ് ഡോക്ടർ ഗ്രേഷ്മ S എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യോഗ ക്ലബിന്റെ പ്രവർത്തന രീതിയെപ്പറ്റി യോഗ ഇൻസ്ട്രക്ടർ നിഷ KV വിശദീകരിച്ചു. കുമ്പളങ്ങി ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് 2023 NABH സർട്ടിഫിക്കേഷനും 2025 കായകൽപ് പുരസ്കാരവും 2026 ISO സർട്ടിഫിക്കേഷനും ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കുമ്പളങ്ങിയിലെ മുഴുവൻ വാർഡുകളിലും യോഗ ക്ലബ് തുടങ്ങിയ കൊണ്ട് കുമ്പളങ്ങി പഞ്ചായത്തിന് സമ്പൂർണ്ണ യോഗ പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ആരംഭിച്ച മെൻസ് യോഗ ക്ലബിന് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിച്ചത്. കുമ്പളങ്ങിയിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യോഗ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. യോഗ പരിശീലകൻ അരുൺ കൃതജ്ഞത രേഖപ്പെടുത്തി. ക്ലബിലെ മുഴുവൻ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ ലേഡീസ്, പിന്നെ അവിടെ കിഡ്സിന്റെ ബാച്ച് വച്ചിട്ടുണ്ട് എല്ലാ വർഷവും. അപ്പൊ ലേഡീസിന്റെ ബാച്ചുകൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും, ഇടക്ക് മാത്രമാണ് ഓരോരോ ജെൻസ് വരുന്നത്. അതും അപ്പൊ അവർക്കും ഒക്കെ നല്ല റിസൾട്ട് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളും പറയാറുണ്ട്. പല പല അസുഖങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടായിട്ട് നല്ല റിസൾട്ടുകളൊക്കെ പറയാറുണ്ട്. അപ്പോഴേക്കും നമുക്ക് എപ്പോഴും ഒരു കുറവായിട്ട് നിൽക്കുന്നതാണ് ജെൻസ്. പുരുഷന്മാർക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സമമായിട്ടൊരു ഇതിൽ ചെയ്യണമല്ലോ. അപ്പോഴാണ് അരുൺ ഇവിടെ വന്ന് പഠിക്കുന്നതും. അരുൺ നേരത്തെ യോഗ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് അരുൺ പഠിച്ചു കഴിഞ്ഞ് പോയിട്ടൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടി ചെയ്തു യോഗയുടെ. അപ്പൊ ഞാൻ അരുണിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു പുരുഷന്മാരെ ക്ലാസ് വെച്ചാല് ഒന്ന് ട്രെയിൻ ചെയ്യാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ആള് അതിന് ഇൻട്രസ്റ്റ് ആണ് കാണിച്ചത്. അങ്ങനെ ഞാൻ ഡോക്ടറോട് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ ഒരു അവസരം ഇത്രയും ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. യോഗയിലേക്ക് ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി, ആദ്യമൊക്കെ വനിതകൾ മാത്രമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അത് വളരെ ശരിയാണ്. ഇപ്പോൾ പുരുഷന്മാരിതിലേക്ക് വരുന്നതിന് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. അധികം ഞാനൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ അക്ഷമരായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ജോലിക്ക് പോകാനുണ്ട്, ഇങ്ങനെ പലവിധ രീതിയിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അവരുടെ ക്ഷണിച്ചു കൊടുക്കുകയും യോഗ ക്ലാസ് ഇവിടെ ആരംഭിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ താമസിച്ചു പോയി, അതുകൊണ്ടാണ് ക്ഷമിക്കണം. എന്തായാലും ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു സന്ദേശമാണ് യോഗയിലൂടെ നമ്മൾ രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊരു പരിഹാരം മരുന്നല്ല, മറിച്ച് യോഗ പോലുള്ള അഭ്യാസങ്ങളിലൂടെയും എക്സസൈസിലൂടെയും നമുക്ക് രോഗത്തിനെ പിടിച്ചു നിർത്താനും തടഞ്ഞു നിർത്താനും കഴിയും. മരുന്ന് കഴിച്ച് രോഗം നിയന്ത്രിക്കുന്നതിലും നല്ലത് മരുന്ന് കഴിക്കാതെ തന്നെ എങ്ങനെ രോഗം വരാതിരിക്കാം അല്ലെങ്കിൽ നിയന്ത്രിക്കാം എന്നുള്ളൊരു നല്ലൊരു സന്ദേശമാണ് യോഗയിലൂടെ നൽകുന്നത്. വൈകിയതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകിച്ചും ഹോമിയോ ഡോക്ടർ നമുക്കറിയാം, ഇതുപോലുള്ള നല്ല പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷവും അവാർഡ് വാങ്ങിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി മറ്റു മാർഗങ്ങളിലൂടെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ യോഗയിൽ. അതിനുശേഷം 2022 അവസാനമാണ് തുടങ്ങിയത്. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ രീതിയിൽ നമ്മുടെ യോഗാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യം ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു നമുക്ക് യോഗ ഇൻസ്ട്രക്ടറായിട്ട് കിട്ടിയത്. പിന്നീട് അദ്ദേഹത്തിനുള്ള അസൗകര്യം മൂലം നിഷ ടീച്ചർ നമ്മുടെ യോഗ ഇൻസ്ട്രക്ടറായിട്ട് എത്തി. പിന്നെ 2023 ശേഷം നമ്മുടെ യോഗാ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടന്നു. ആദ്യം ഒരു 3 ബാച്ചായിട്ട് തുടങ്ങിയ
യോഗ പ്രവർത്തനങ്ങൾ ഡിസ്പെൻസറിയിൽ, അതിനുശേഷം കുമ്പളങ്ങി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് സ്പ്രെഡായി. അങ്ങനെ നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് യോഗ ക്ലബ്ബുകൾ തുടങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ സമ്പൂർണ്ണ യോഗ ക്ലബ്ബുകൾ തുടങ്ങിയ പഞ്ചായത്തായിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു. അപ്പോഴൊക്കെ നമ്മുടെ യോഗ ക്ലബ്ബുകളിൽ വരുന്നത് കൂടുതലും സ്ത്രീകളായിരുന്നു. പുരുഷ സാന്നിധ്യം വളരെ കുറവായിരുന്നു. 1-2 പേര് ഒരു ബാച്ചിൽ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു പുരുഷന്മാർക്ക് വേണ്ടി ഒരു യോഗ ക്ലബ്ബ് തുടങ്ങണമെന്ന് അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ യോഗ ഇൻസ്ട്രക്ടറും മുൻകൈ എടുത്തു. കൂടാതെ നമ്മുടെ ആദ്യ ബാച്ചിലെ തന്നെ യോഗ ട്രെയിനി ആയിട്ടിരുന്ന അരുൺ ഉൾപ്പെടെയുള്ള ഏറ്റവും മുഖ്യം. നമ്മൾ പണിയെടുത്ത് വീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല അസുഖങ്ങളൊക്കെ പുരുഷന്മാർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബം പട്ടിണിയായി പോകും. നമ്മളുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തുക. സ്ത്രീകളും പല പല ജോലികളൊക്കെ ചെയ്ത് അവരുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടിരിക്കണം. പുരുഷന്മാർ അവരുടെ ജോലികൾ മാത്രം ചെയ്ത് അവർക്ക് വിശ്രമമില്ല. പക്ഷെ നമ്മളുടെ ആരോഗ്യം മുഖ്യമായിട്ട് നോക്കിക്കൊണ്ട് നമ്മളുടെ യോഗ ക്ലാസ് ഇനിയും ഒരുപാട് പുരുഷന്മാർ ഇതിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സംസാരിച്ചധികം പരിചയമില്ലാത്ത ഒരാളാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇത് പറയാൻ ഞാൻ പഠിപ്പിക്കുന്നതെന്നാൽ പോലും എല്ലാവരും ഇതിലേക്ക് സഹായിച്ച് അവരവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തണമെന്നുള്ള ചിന്തയോട് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം എന്തായാലും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പ്രായം ഒന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുമിച്ച് ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലിരിക്കുന്ന പ്രസിഡന്റ്, ചലമ്പൂർ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, ഡോക്ടർ, ടീച്ചർ, എല്ലാവർക്കും പിന്നെ പഠിക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും പഞ്ചായത്തിൻ്റെ പേരിലും ഓർഗനൈസേഷൻ്റെ പേരിലും വ്യക്തിപരമായി എല്ലാവരും നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.